മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ 184 റൺസിന്റെ തോൽവി ഇന്ത്യ ഏറ്റുവാങ്ങി, ശരിയാണ്. പക്ഷേ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് അത് വലിയ രീതിയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം തന്നെയാണ് നമ്മളും ഉന്നയിക്കുന്നത്. 71-ാം ഓവറിൽ പാറ്റ് കമ്മിൻസിന്റെ പന്ത് ലെഗ് സൈഡിലൂടെ പോകുന്നു. കൃത്യമായി യശസ്വി ജയ്സ്വാൾ അത് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നിക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. കീപ്പറായ അലക്സ് കാരിയിലേക്ക് പന്ത് പോവുകയാണ്. ഓൺഫീൽഡ് അമ്പയർ ജോയൽ വിൽസന്റെ ഡിസിഷൻ നോട്ട് ഔട്ടാണ്. പാറ്റ് കമ്മിൻസും ടീമും റിവ്യൂവിന് പോകുന്നു. റിവ്യൂവിൽ സ്നിക്കോമീറ്ററിൽ യാതൊരു തരത്തിലുമുള്ള വേരിയേഷൻസും കാണിക്കുന്നില്ല. എന്നാൽ ബോൾ ഡീവിയേഷൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തേർഡ് അമ്പയർ വിധിക്കുന്നു ജയ്സ്വാൾ ഔട്ടാണ്. 84 റൺസിൽ നിൽക്കുകയാണ് ജയ്സ്വാൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ജയ്സ്വാളിന്റെ ഇന്നിങ്സ്. കാരണം ഋഷഭ് പന്ത് സുനിൽ ഗവാസ്കറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ സ്റ്റുപ്പിഡ് ഷോട്ട് കളിച്ച് പുറത്തായി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും തകർന്നടിയുന്ന സാഹചര്യത്തിൽ ഒരൊറ്റ വ്യക്തി മാത്രമാണ് ആ ഒരു സൈഡിൽ നിന്നുകൊണ്ട് ജയ്സ്വാൾ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത് അതീവ നിർണായകമായ ഒരു കോളും കൂടിയാണ്. ക്രിക്കറ്റിന്റെ നിയമപ്രകാരം ഓൺഫീൽഡ് അമ്പയറിന്റെ തീരുമാനം ഓവർടേൺ ചെയ്യണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള എവിഡൻസ് വേണമെന്നുള്ളത് സാക്ഷ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ ഓവർടേൺ ചെയ്യണമെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തേർഡ് അമ്പയർ ആ ഡിസിഷൻ ഓവർടേൺ ചെയ്തത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ് ഈ 184 റൺസിന്റെ പരാജയത്തിൽ ഇന്ത്യ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. യശസ്വി ജയ്സ്വാൾ 84 റൺസിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്താൻ വേണ്ടി ജയ്സ്വാൾ അവിടെ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ചേതോ വികാരം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇർഫാൻ പത്താൻ ഉൾപ്പെടെ സുനിൽ ഗവാസ്കർ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. പക്ഷേ കമന്ററി ബോക്സിൽ ഇരുന്ന് റിക്കി പോണ്ടിങ് കൃത്യമായി പറയുന്നു അത് ഔട്ട് തന്നെയാണെന്നുള്ളത്. റിക്കി പോണ്ടിങ് ഓസ്ട്രേലിയനാണ്. റിക്കി പോണ്ടിങ് അത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷേ ഒരു ക്രിക്കറ്റ് അനാലിസിസിൽ നിന്ന് മാത്രം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ഇന്ത്യയും വേണ്ട, ഓസ്ട്രേലിയയും വേണ്ട, യാതൊരുവിധ ആരാധക കൂട്ടായ്മയും വേണ്ട. ഒരു ഇന്ത്യക്കാരനല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിഷൻ ഓവർടേൺ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നോക്കട്ടെ. 71-ാം ഓവറിലാണ് കളി നടക്കുന്നത്. എങ്ങനെയെങ്കിലും സമനില പിടിച്ചു പറ്റുക എന്നുള്ള ഒരു ശ്രമത്തിൽ, ഗൂഢമായ ശ്രമത്തിലാണ് ജയ്സ്വാളും ഇന്ത്യൻ ടീമും നിൽക്കുന്നത്. കാരണം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റ് വീശിയപ്പോൾ മുതൽ തന്നെ ഇന്ത്യൻ്റെ വ്യക്തമാണ് സമനില പിടിക്കുക. കാരണം മെൽബണിൽ ഇന്ത്യ വിജയിക്കുക എന്നുള്ളത് അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു ഡേ 4 വരെ നിൽക്കുമ്പോൾ. 5-ാം ദിനത്തിലേക്ക് കളി മാറുമ്പോൾ എങ്ങനെയെങ്കിലും സമനില പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇന്ത്യക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട വമ്പൻ താപ്പാനകളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തുടർച്ചയായുള്ള പരാജയങ്ങൾ നിലനിർത്തുമ്പോൾ പോലും ഓസ്ട്രേലിയൻ മണ്ണിൽ യശസ്വി ജയ്സ്വാളും ജസ്പ്രീത് ബുംറയും നിതീഷ് കുമാർ റെഡ്ഡി എന്നീ 3 പേരുകളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായ യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് പോകുമ്പോൾ ആ ചോദ്യം, ആ ഒരു ഡിസിഷൻ അത് തെറ്റായി പോയില്ലേ എന്ന് ആരും ചിന്തിച്ചു പോകും. ഡിസിഷൻ കണ്ട് യശസ്വി ജയ്സ്വാൾ ഞെട്ടിപ്പോയി. ജയ്സ്വാൾ നേരെ ഓൺഫീൽഡ് അമ്പയേഴ്സിനോട് പോയിട്ട് ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കുന്നു. എവിടെയാണ് അതിനകത്തൊരു സ്നിക്കോമീറ്ററിൽ എവിടെയാണ് എഡ്ജ് കാണിക്കുന്നത്? ഒരു കൃത്യമായ ഡീവിയേഷൻ ഒരു തരത്തിലും ആ സ്നിക്കോമീറ്ററിൽ കാണുന്നില്ല, ശബ്ദമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ ഡിസിഷൻ ഓവർടേൺ ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഡിസിഷൻ തന്നെയാണ് മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ തോൽവിയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. പക്ഷേ മത്സരത്തിലുടനീളം ഇന്ത്യ മോശമായി തന്നെയാണ് കളിച്ചതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ പോലും ഈ ഒരു ഡിസിഷൻ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറച്ച് നാളുകൾ ഇത് കറങ്ങി നടക്കുമെന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം അത്രയും മാത്രം ഇമ്പോർട്ടൻ്റ് ആയ ക്രൂഷ്യൽ വിക്കറ്റ് ആയിരുന്നു യശസ്വി ജയ്സ്വാളിൻ്റെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.